നമസ്കാരം, ഞാൻ രശ്മി. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കേക്കാണ്. ബ്ലാക്ക് കറന്റ് കേക്കാണ്. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? നല്ല അടിപൊളി ലുക്കുള്ള ഒരു കേക്കാണ്. ലുക്ക് മാത്രമല്ല കേട്ടോ, ടേസ്റ്റ് ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. എന്നാൽ വളരെയധികം എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ ബ്ലാക്ക് കറന്റിൻ്റെ ക്രഷ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുമാത്രമല്ല, മിക്സിയിലാണ് ഉണ്ടാക്കുന്നത്, ഓവനില്ലാതെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം. പിന്നെ നമ്മുടെ സ്പെഷ്യൽ സിറപ്പും സ്പെഷ്യൽ ഫില്ലിങ്ങും ഒക്കെ വെച്ചിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നമ്മുടെ ഒരു ക്രിസ്മസിനോ അല്ലെങ്കിൽ ന്യൂ ഇയർ സ്പെഷ്യലായിട്ടോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കാണ്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്ലാക്ക് കറന്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് കറന്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം ട്രേ ഒന്ന് റെഡിയാക്കി എടുക്കാം. 5 ഇഞ്ച് വരുന്ന ബേക്കിംഗ് ട്രേ ആണ്. അതിലേക്കൊന്ന് ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുക്കാം. നമ്മൾ 1/2 കിലോ വരുന്ന കേക്കാട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ്. ഇതെല്ലാം കൂടെ ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. നമുക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് 2 മുട്ട പൊടിച്ച് വെച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. ഇന്നിപ്പോൾ നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് വന്നിട്ടുണ്ട്. ഹൈ സ്പീഡിൽ തന്നെ അടിക്കണേ. അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടറോ ഏത് വേണേലും ചേർക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി അത് ലോ സ്പീഡിലിട്ട് അടിച്ചെടുക്കാം. ലോ സ്പീഡിലൊരു 20 സെക്കൻഡൊക്കെ അടിച്ചിരുന്നാൽ മതിയാകും. അത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2-3 പ്രാവശ്യമായിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊക്കെ നമ്മൾ സാധാരണ കേക്ക് ചെയ്യുന്ന പ്രൊസീജിയേഴ്സാണ്. അത് നമുക്ക് വിസ്ക് വെച്ച് തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിലർ കേക്ക് ഇപ്പോൾ നന്നായിട്ട് പൊങ്ങുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചിക്കൂസ്റ്റൈൻ്റെ ബേക്കിംഗ് ക്ലാസ്സുകൾ പലത് ഇട്ടിട്ടുണ്ട്. പല വീഡിയോയിലും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് ബ്ലാക്ക് കറന്റിൻ്റെ ഫ്രൂട്ട് ക്രഷാണ്. അത് നമുക്ക് 1 ടേബിൾ സ്പൂൺ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കളറിന് വേണമെങ്കിൽ ഞാൻ കുറച്ചൊരു പർപ്പിൾ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1-2 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ കളർ ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് ഈ കളറിൻ്റെ കൂടെ 1 ഡ്രോപ്പ് റോയൽ ബ്ലൂ കളറും കൂടെ ചേർത്താൽ ശരിക്കും നമ്മൾ സാധാരണ ബ്ലാക്ക് കറന്റിൻ്റെ അതേ കളർ കിട്ടും കേട്ടോ. ഞാൻ പക്ഷേ ചേർക്കുന്നില്ല, ഇത്രയും കളർ മതി എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ഹോം ബേക്കേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ കസ്റ്റമേഴ്സിന് കളർ വേണം എന്ന് പറയുകയാണെങ്കിൽ ആ കളറാക്കി നമുക്ക് കൊടുക്കാം. നമുക്ക് സ്ക്യൂർ വെച്ച് ഒന്ന് ഇളക്കി ഒന്ന് എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒരു 5 മിനിറ്റായിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നല്ല ചൂടായിരിക്കുകയാണ്. അത് നമുക്ക് തുറന്ന് നമ്മുടെ ബേക്കിംഗ് ട്രേ ചെറുതായതുകൊണ്ട് ഒരു പ്ലേറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ടുള്ള ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ച് 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. ഒരു 20 മിനിറ്റ് ആവുന്ന സമയത്ത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. സ്ക്യൂർ വെച്ച് കുത്തി നോക്കി കറക്റ്റായിട്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് 25 മിനിറ്റ് ആയപ്പം തുറന്ന് നോക്കിയപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനത് അടച്ചു വെച്ച് സിമ്മിലേക്ക് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ വെച്ചു. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇപ്പോൾ ആയിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ നല്ല ചേഞ്ച് ചെയ്ത് ഡാർക്ക് കളർ ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലും ഉണ്ട് ആ ബ്ലാക്ക് കറന്റ് കേക്കിൻ്റെ. നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് നമ്മുടെ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു തരി ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ബ്ലാക്ക് കറന്റിൻ്റെ ക്രഷാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ ക്രഷുകളൊക്കെ എടുക്കുന്ന പോലെ ഈ ബ്ലാക്ക് കറന്റ് എടുക്കരുത് കേട്ടോ. കാരണം വെച്ചാൽ ഇതിന് പുളി കുറച്ച് കൂടുതലായിരിക്കും. അധികമായി പോയാൽ നമുക്ക് കേക്ക് കഴിക്കാനേ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻഗ്രീഡിയൻസ് എടുക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചിട്ട് എടുക്കണം. 2 ടേബിൾ സ്പൂൺ മതി. നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അത് മതി. അതവിടെ ഇരുന്ന് തണുക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് ഡ്രൈഡ് ബ്ലാക്ക് കറന്റ് ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കറുത്ത മുന്തിരിയില്ലേ, അതായാലും മതി. അത് നമുക്ക് ഒരു പിടിയൊക്കെ എടുക്കാം. അത് ഞാൻ ചെറുതായിട്ട് നുറുക്കിയെടുക്കുകയാണ്. ഒരു മുന്തിരി ഒരു 3-4 ആയിട്ട് മുറിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. 1 കപ്പ് വിപ്പിംഗ് ക്രീം ആട്ടോ എടുക്കുന്നത്. പലരും വിപ്പിംഗ് ക്രീമിനെ കുറിച്ച് പല സംശയങ്ങളും ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. ചിക്കൂസ്റ്റൈൻ വിപ്പിംഗ് ക്രീം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഈ വിപ്പിംഗ് ക്രീം മിക്സിയിലോ വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ബീറ്റർ കൊണ്ടോ ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല സ്റ്റിഫ് പീക്കാവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണേ. നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു പ്രത്യേക കളറാട്ടോ. അത് ഒരു 25 മിനിറ്റ് ഒക്കെ ആകുമ്പോഴൊന്നും ആ കളർ വന്നിട്ടില്ല. ഞാനത് തീ കുറച്ച് 5 മിനിറ്റ് വെച്ച് തുറന്നപ്പോഴാണ് ഈ ഒരു കളർ വന്നത്. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്.
അങ്ങനെ അത് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മോൾ ഭാഗം കുറച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നമ്മുടെ സിറപ്പ് വെച്ചൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കാം. ഒരു ബോർഡിലേക്ക് കുറച്ച് ക്രീമാക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ടോപ്പിലുള്ള ലെയറാണ് ഏറ്റവും അടിയിൽ വെക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ സിറപ്പാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ക്രീം അങ്ങ് തേച്ച് കൊടുക്കാം. നമുക്കതിൻ്റെ മുകളിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഗ്രേപ്സ് ഇട്ട് കൊടുക്കാം. ഡ്രൈഡ് ബ്ലാക്ക് കറന്റ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. കേക്ക് ബേക്കിംഗ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പിൽ കിട്ടും. അപ്പോൾ സെയിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഡ്രൈഡ് ബ്ലാക്ക് കറന്റ് തന്നെ ഇട്ട് കൊടുക്കുകയാണ് നല്ലത്. അതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ വെച്ചിട്ടുണ്ട്. സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. ക്രീം വെച്ച് കൊടുക്കാം. ഗ്രേപ്സും ഇട്ടിട്ടുണ്ട്. നമുക്ക് ഏറ്റവും അടിയിലത്തെ ലെയർ ഏറ്റവും മുകളിലായിട്ടങ്ങ് വെച്ച് കൊടുക്കാം. അടിഭാഗമൊക്കെ കരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് കുറച്ചൊന്ന് ചെത്തി കളഞ്ഞിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ കേക്ക് കഴിക്കുന്ന സമയത്ത് ഏറ്റവും ടോപ്പിൽ അത് വരുമ്പോൾ അത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. നമുക്ക് ക്രീം അങ്ങാക്കി കൊടുക്കാം. മിക്കവാറും എല്ലാ കേക്കുകൾക്കും ഒരുപോലെ തന്നെയാണ്. അതൊക്കെ നമ്മൾ എല്ലാ കേക്കും ചെയ്യുന്ന പോലെ തന്നെ നല്ല ഷേപ്പ് ചെയ്തങ്ങ് എടുക്കാം. മോൾ ഭാഗം ഒന്ന് ഷേപ്പ് ആക്കിയിട്ടുണ്ട്. സൈഡും കൂടെ സ്ക്രേപ്പർ വെച്ചൊന്ന് വലിച്ചിട്ട് നല്ല ഷേപ്പ് ആക്കി അങ്ങ് എടുക്കാം. അപ്പോൾ പിന്നെ എല്ലാവരും നല്ല എക്സ്പേർട്ട് ആയിപ്പോയല്ലോ. നന്നായിട്ട് തന്നെ എല്ലാവരും ചെയ്ത് ഫോട്ടോസൊക്കെ അയക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം അതൊക്കെ കാണുന്ന സമയത്ത്. ഇനി ഇത് നമുക്കങ്ങ് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒക്കെ നമുക്ക് ഫ്രീസറിൽ വെക്കാം. കുറച്ച് നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഒരു സ്പെഷ്യൽ ഗണാഷ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ചെറിയൊരു കഷ്ണം വൈറ്റ് കോമ്പൗണ്ട് എടുത്ത് ഒന്ന് മെൽറ്റാക്കിയതാണ്. ക്രീമൊന്നും ഒഴിച്ചിട്ടില്ല. ജസ്റ്റ് മൈക്രോവേവ് ചെയ്തൊന്ന് മെൽറ്റാക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് ഒന്ന് മെൽറ്റാക്കി എടുത്താൽ മതി. നമുക്കതൊരു പൈപ്പിംഗ് ബാഗിലേക്കോ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ കോണാക്കിയിട്ട് ചെയ്യില്ലേ, അതിനകത്തോട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ബട്ടർ പേപ്പറിലേക്ക് കുറേശ്ശെയായിട്ട് ഓരോ ഡ്രോപ്പായിട്ട് അങ്ങ് ആക്കി കൊടുക്കാം. സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചാലും മതി, പക്ഷെ നമുക്ക് വൃത്തിയായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സ്പൂണിൻ്റെ അറ്റം വെച്ച് പതുക്കെ ഒരു സൈഡ് അങ്ങ് വലിച്ചു കൊടുക്കാം. അത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രീസറിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് പെട്ടെന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അത് മതി. തട്ടുമ്പോൾ തന്നെ അതങ്ങ് ഇളകി വന്നോളും. വൈറ്റ് കോമ്പൗണ്ട് തന്നെ മെൽറ്റ് ചെയ്തത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ഓരോ എതള് പോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലേ, അത് നമുക്കങ്ങ് വെച്ച് കൊടുക്കാം. 5 എണ്ണം എടുത്ത് ഒരെണ്ണത്തിൽ വെക്കുന്നുണ്ട്. ഇത് നടുക്ക് കുറച്ചൊരു ചോക്ലേറ്റും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡെക്കറേഷനാണ്. അതുപോലെ 1-2 എണ്ണം കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് വെച്ച് കൊടുക്കാമല്ലോ. ഇത് നമുക്ക് ഫ്രീസറിലേക്കോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലേക്കോ തന്നെ അങ്ങ് വെച്ചേക്കാം. നമ്മൾ ഒരു OHP ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ അങ്ങനെ കട്ട് ചെയ്തതാണ്. അത് ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച വൈറ്റ് കോമ്പൗണ്ട് അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണേ. നമുക്ക് പാലറ്റ് നൈഫോ സ്പൂണോ വെച്ച് ഒന്ന് പതുക്കെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പുറത്തോട്ടൊക്കെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. OHP ഷീറ്റിൻ്റെ പുറത്തായെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല. അവിടെ ഇരിക്കട്ടെ. ഇനി കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. ഫ്രിഡ്ജിൽ വെക്കരുത്, പുറത്ത് തന്നെ വെച്ച് ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്കപ്പോൾ കറക്റ്റ് ടൈം പറയാൻ പറ്റില്ല. റൂമിൻ്റെ ടെമ്പറേച്ചറൊക്കെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഒരുപാട് ഉണങ്ങാനും പാടില്ല. എന്നാൽ ചെറുതായിട്ട് ആ ഒരു ഒലിക്കുന്ന ആ ഒരു പരുവുണ്ടല്ലോ, അത് മാറി കഴിയുമ്പോൾ മാത്രം ഇതുപോലത്തെ സിക്സാക് ഷേപ്പിലുള്ള സ്ക്രേപ്പർ വെച്ചൊന്ന് വലിച്ചു കൊടുക്കാം. ഒറ്റ പ്രാവശ്യം അങ്ങോട്ട് വലിച്ചാൽ മതി. ഒരു പ്രാവശ്യം വലിച്ച് ശരിയായില്ല എന്ന് വെച്ച് രണ്ടാമതെടുത്ത് വലിക്കരുത്. ഇനി നമ്മളിത് എടുക്കാനായിട്ടില്ല, അവിടെ തന്നെ ഇരിക്കട്ടെ. ഫ്രിഡ്ജിൽ വെക്കാൻ ആയിട്ടില്ല. കുറച്ച് സമയം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഒഴിച്ച ഉടനെ തന്നെ ഇതുപോലെ സ്ക്രേപ്പർ വെച്ച് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗ്യാപ്പ് കിട്ടില്ല കേട്ടോ. അതെന്ന് വെച്ചാൽ ബാക്കി കൂടെ ഒലിച്ചിട്ട് ആ ഒരു ഗ്യാപ്പിലേക്ക് അങ്ങ് ഫില്ലായിപ്പോവും. അപ്പോൾ അതിനു വേണ്ടിയാണ് കുറച്ചൊന്ന് സെറ്റ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്, 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഇതങ്ങ് വലിച്ചെടുക്കാം. വേണ്ടത് ആ കോമ്പൗണ്ടിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഈ ഒരു പരുവാകുമ്പോഴേ നമ്മളിതിൽ നിന്ന് എടുക്കാവുള്ളൂ. പലപ്പോഴും നമുക്കിത് ശരിയാവാത്തതിനൊരു കാരണം നമ്മളിത് കറക്റ്റായിട്ട് ആ ഒരു ടൈം കൊടുക്കാതെ ചെയ്യുന്നത് കൊണ്ടാണ്. എന്നിട്ട് നമുക്ക് ഈ ഷീറ്റ് ഒരു പാത്രത്തിലേക്ക് നമുക്കങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. ഈ പാത്രം ആദ്യം എടുത്ത് വെക്കണം കേട്ടോ. നമുക്ക് ഈ ഷീറ്റിന് അളവിന് കണക്കാക്കിയിട്ടുള്ള ഒരു പാത്രം എടുത്ത് വെച്ചിരുന്നാൽ മതി. ഇനി ഇത് നമുക്ക് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. എന്നുവെച്ചാൽ ഇനി ഇത് ഒലിച്ചു പോകുമൊന്നുമില്ല, ഇത് അവിടെ ഇരുന്ന് സെറ്റ് ആയിക്കോളും. ഇതിപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ഫ്രീസറിൽ വെക്കുമ്പോൾ തന്നെ അതും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. തിക്കായ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അറിയാമല്ലോ. നമുക്ക് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് പതുക്കെ ഈ ഷീറ്റ് അങ്ങ് വലിച്ചങ്ങ് ഇളക്കി അങ്ങ് എടുക്കാം. ചില സമയത്ത് മോൾ ഭാഗത്ത് ഇങ്ങനെ വൈറ്റ് കോമ്പൗണ്ട് ഇങ്ങനെ മിക്സായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ അതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് പൊട്ടിപ്പോകും. അപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് എടുത്തിരുന്നാൽ മതി. അപ്പോൾ ജോയിൻറ്റിൽ എന്തായാലും ഇങ്ങനെ ഉണ്ടാവും, അതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് അതങ്ങ് വലിച്ചങ്ങ് എടുത്തിരുന്നാൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും. ഇത് നമുക്ക് ഓരോ പീസായിട്ട് അങ്ങ് എടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എല്ലാ ലെയറും കറക്റ്റായിട്ട് കിട്ടുമെന്ന് വിചാരിക്കേണ്ട. കുറേയൊക്കെ കിട്ടും, കുറേയൊന്നും കിട്ടില്ല, അങ്ങനെ ആയിരിക്കും. നല്ല പീസസൊക്കെ നമുക്കങ്ങ് എടുക്കാം.
ചിലതെടുക്കുമ്പോൾ പൊട്ടിപ്പോവുകയും ചെയ്യും, എന്നാലും കിട്ടും കേട്ടോ, ആവശ്യത്തിനുള്ളത് കിട്ടും. പിന്നെ പലരും പറയാറുണ്ട് ചോക്ലേറ്റ് ഡെക്കറേഷൻസ് അത്രയും അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. നമ്മുടെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള ക്ലൈമറ്റ് അല്ല, അപ്പം കറക്റ്റായിട്ട് കിട്ടുന്നില്ല, നമുക്ക് ചെയ്ത് കഴിഞ്ഞാലും മെൽട്ടായി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിൽ പുറത്ത് അധികം സമയം വെക്കാതിരിക്കുക എന്നുള്ളതാണ്. കേക്കിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, പിന്നെ നമ്മളത് ഫ്രിഡ്ജിൽ തന്നെയല്ലേ വെക്കുന്നത്, ഫ്രിഡ്ജിൽ ഇരുന്നാൽ ഒരു പ്രശ്നമില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്യാനൊക്കെ ആയിട്ടും എടുത്ത് പുറത്ത് വെക്കുമ്പോഴും ആ ഒരു സമയം കൊണ്ടൊന്നും ആവുമൊന്നുമില്ല. പക്ഷേ നമ്മൾ കയ്യിൽ പിടിച്ചിരുന്ന ആ കയ്യിലെ ചൂടുകൊണ്ട് പുറത്ത് വെച്ചിരുന്ന ആ പുറത്തുള്ള നമ്മുടെ ഈ ഒരു അറ്റ്മോസ്ഫിയറിലെ ആ ഒരു ചൂടുകൊണ്ട് അത് മെൽറ്റാവും, പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. അല്ലാതെ കേക്കിൻ്റെ മുകളിൽ വെക്കുന്ന വരെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഇത് നമുക്ക് ഫ്രീസറിലേക്ക് തന്നെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മൾ കോൺഫ്ലവർ കലക്കി വെച്ചതിനകത്തോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ ബ്ലാക്ക് കറൻറ്റിൻ്റെ ക്രഷാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ബ്ലാക്ക് കറൻറ്റിൻ്റെ ക്രഷ് നമ്മൾ സാധാരണ ക്രഷ് പോലെയല്ല കേട്ടോ, അത്രയും അങ്ങോട്ട് കഷ്ണങ്ങളൊന്നും ഉണ്ടാവില്ല, ഫുള്ളായിട്ട് അങ്ങ് ബ്ലെൻഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. എന്നാലും ചെറിയ ചെറിയ ഒരു തരിതരിപ്പൊക്കെ ഉണ്ടാവും. നമുക്ക് അരിച്ചിട്ടങ്ങ് ഈ സിറപ്പിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒഴിച്ച ഉടനെ തന്നെ ഒന്ന് തീ കത്തിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ആ ചൂടിൽ പെട്ടെന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ചൂടാകുമ്പോഴത്തേക്കും അതിൻ്റെ കളർ കുറച്ചുകൂടെ ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയൊക്കെ മതി കേട്ടോ. ഇനി നമുക്ക് തീ അങ്ങ് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ചൊന്ന് തണുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ തിക്കാവുകയും ചെയ്യും. നമുക്കിതിലേക്ക് 2 ഡ്രോപ്പ് പർപ്പിൾ കളറാണ്, ജെൽ കളറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ റോയൽ ബ്ലൂ 1 ഡ്രോപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ശരിക്കും കറക്റ്റ് ആ ഒരു ബ്ലാക്ക് കറൻറ്റിൻ്റെ ആ ഒരു കളറ് കിട്ടും. നമുക്കത് ചൂടോടുകൂടി തന്നെ അരിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാം. അരിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ എന്നാലും നമ്മൾ കോൺഫ്ലോറിന് ചെറിയ കട്ടകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂടെ ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുന്നതേയുള്ളൂ. ഇനി അതവിടെ ഇരിക്കട്ടെ, ഒന്ന് തണുത്ത് വരണം. നന്നായിട്ട് തണുക്കണ്ട, ചെറിയ ചൂടോടുകൂടി നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്, പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ചെറിയൊരു കേക്ക് ട്രേയോ പാത്രമോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല തണുത്തിരിക്കുന്ന കേക്കാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഗ്ലേസ് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ വിരൽ മുക്കിയാൽ അത്യാവശ്യം ചൂടുള്ള പരുവത്തിന് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നല്ല തണുത്ത് പോയാൽ നല്ലോണം തിക്കാവും, അപ്പോൾ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടില്ല. പിന്നെ ഒരുപാട് ലൂസാവുകയും ചെയ്യരുത് കേട്ടോ, അത് അപ്പോൾ അത് ഫുള്ള് ഒഴിച്ച് പോയിപ്പോവും. സൈഡിലൊക്കെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലൊരു ബ്ലൂ കളറാണ്. ഇപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തിരിക്കുന്നതുകൊണ്ട് മുകളിൽ ഒഴിച്ചിരിക്കുന്ന ഒരു ഗ്ലേസ് അപ്പം നല്ല തിക്കായിട്ട് അവിടെ അങ്ങ് പറ്റിയിരുന്നോളും. ഇപ്പോൾ സൈഡിലൊക്കെ ആയിട്ടില്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ച് പതുക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുത്താൽ മതി. അതിപ്പോൾ ഞാനൊന്ന് ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കട്ടെ. ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ഫ്രീസറിൽ വെച്ച് എടുത്തതാണ്. അപ്പോൾ നല്ല സെറ്റായിട്ട് അവിടെ തന്നെ ഇരുന്നോളും. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നമുക്ക് നടുക്കേക്ക് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച ചോക്ലേറ്റ് ഡെക്കറേഷൻസ് അങ്ങ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ റൗണ്ടിൽ അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ വെച്ചപ്പോൾ ഇച്ചിരി സൈഡിലേക്കായി പോയി, കുഴപ്പമില്ല. ഈ ചോക്ലേറ്റ് ഡെക്കറേഷൻ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഒരു നമ്മൾ ഒഴിച്ചിരിക്കുന്ന ഗ്ലേസ് നന്നായിട്ട് തണുത്തിട്ട് മാത്രമേ വെക്കാവുള്ളൂ കേട്ടോ. ആ ചൂടോടുകൂടിയുള്ള ഗ്ലേസിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഡെക്കറേഷൻ ഒന്നും വെക്കരുത്, അപ്പോൾ മെൽറ്റായി പോവും. അപ്പോൾ ഒന്ന് ഫ്രീസറിലേക്ക് വെച്ചിട്ടോ ഫ്രിഡ്ജിലേക്ക് വെച്ചോ ഒന്ന് തണുത്തതിന് ശേഷം മാത്രം വെച്ചാൽ മതി. അപ്പോൾ ഞാനത് മുഴുവനൊന്നും വെച്ചിട്ടില്ല, കുറച്ച് പീസസ് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച ഫ്ലവർ അതിൻ്റെ നടുവിൽ ഞാനൊരു ഗോൾഡൻ ബോൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ക്രീം വെച്ചപ്പോൾ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു, കാണിക്കാൻ വിട്ടുപോയതാണ്. അത് ഒറ്റ പൂവ് മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളത് കേക്കിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചോക്ലേറ്റ് ഡെക്കറേഷൻ പ്രശ്നമൊന്നുമില്ല, അതവിടെ ഇരുന്നോളും. അവിടെ തണുപ്പുമാണല്ലോ. ചെറിയ ഗോൾഡൻ ബോൾസ് ഉണ്ട്, അതിങ്ങനെ സൈഡിലായിട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഉള്ളിൽ 2 സൈഡിലായിട്ടങ്ങ് ഇട്ടിട്ടുണ്ട്. കുറച്ച് ക്രീം ബാക്കിയുണ്ട് കേട്ടോ, അപ്പോൾ അത് വെച്ച് ജസ്റ്റ് ഒരു ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ റൗണ്ടിലുള്ള നോസിലാണ്, ഡിസൈൻ ഒന്നുമില്ല. ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ വേറൊരു ലുക്കായി പോവും. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു മിനിമൽ ലുക്കിൽ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാണ്. അപ്പോൾ എല്ലാം ചെയ്തിട്ടുണ്ട്. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഒരു എന്താ പറയുക, ഒരു എലിഗൻറ്റ് ലുക്ക് എന്നൊക്കെ വേണേൽ പറയാം. ആ ചോക്ലേറ്റ് ഡെക്കറേഷൻ കുറച്ചും കൂടെ നടുക്കോട്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു തോന്നുന്നു. സാരമില്ല, എന്തെങ്കിലും ഒരു ഇംപെർഫെക്ഷൻ വേണമല്ലോ അല്ലേ. ശരിക്കും നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമ്മൾ ഡെക്കറേഷനൊക്കെ ചെയ്തത്. ഇനി നമുക്ക് കട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്, കട്ട് ചെയ്യാൻ തോന്നുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും കട്ട് ചെയ്യുന്ന സമയത്ത് ആ ചോക്ലേറ്റ് ഡെക്കറേഷൻ കട്ടാവാൻ ഇച്ചിരി പാടായിരിക്കും, കാരണം തിക്കായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കത്തി ഒന്ന് ചൂടാക്കിയിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിപ്പോവും. കട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം.
അടിപൊളി. അടിപൊളി എന്ന് വെച്ചാൽ പുളിയൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. സാധാരണ ബ്ലാക്ക് കറന്റ് കേക്കൊക്കെ നമ്മൾ ബ്ലാക്ക് കറന്റ് ഐസ്ക്രീം ഒക്കെ കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ല, എന്തൊരു പുളിപ്പായിരിക്കും, അധികം പുളിപ്പായിരിക്കും. ഇത് അധികം ഒന്നുമില്ല, പാകത്തിന് പുളിയാണ്. ഇനി പുളി കൂടുതൽ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടെ ബ്ലാക്ക് കറന്റിൻ്റെ ക്രഷ് ഒഴിക്കാം, പക്ഷേ ആവശ്യമില്ല, ഇത് മതി. ഇതാണ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ റൈസിൻസ് കടിക്കുന്ന സമയത്ത് ശരിക്കും അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ പീസസ് ആയിട്ടല്ലേ കടിക്കാൻ കിട്ടുന്നത്. ഡ്രൈഡ് ബ്ലാക്ക് കറന്റ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഉണ്ടാക്കി നോക്കണം, സെയിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കേക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.